ആദ്യമേ എല്ലാവരോടും നന്ദി. കാരണം മീഡിയ വണ്ണിന്റെ ന്യൂസ് കണ്ടിട്ടാണ് എന്നെ ആദ്യമായിട്ടല്ല രണ്ടാമത് ഈ കുട്ടിയുടെ സിസ്റ്റർ എന്നെ വിളിക്കുന്നത്. ആദ്യം ഈ കുട്ടി എന്നെ ബന്ധപ്പെടുന്നത് ഓഗസ്റ്റ് 23 എനിക്ക് അലൈനിലെ ഒരു പാർക്കിൽ നിന്ന് ഇവരെ കിട്ടുന്നത്. ആ ചുറ്റുഭാഗത്തുള്ള ആൺകുട്ടികളും അതുപോലെ കടയിലൊക്കെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണ് അന്ന് ഇവർ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എന്നെ വിവരം അറിയിക്കുന്നത്. എന്റെ വർക്ക് പ്ലേസ് ദുബായിലല്ല, അലൈനിലാണ്. സോ ഒരു 140ഓളം കിലോമീറ്റർ അപ്പുറത്താണ് രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആ സമയത്ത് ഈ കുട്ടി എനിക്ക് കിട്ടുമ്പോ എനിക്കറിയാം അവൾ ഒരിക്കലും മെന്റലി സ്റ്റേബിൾ അല്ലായിരുന്നു. അതിന്റെ അന്ന് ആ സമയത്ത് കുട്ടി പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും നമുക്ക് ഒഫീഷ്യലി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസിന് കൈമാറിയെങ്കിലും അവിടുന്ന് വിസ ഓവർ സ്റ്റേയുടെ ഫീസ് എല്ലാം അടച്ച് സുഹൃത്ത് വഴി പുറത്തിറങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ആ കുട്ടിയുടെ നമ്പറോ ആ സമയത്ത് ഒന്നും, കാരണം ഷി വാസ് ടോട്ടലി ബ്ലാങ്ക്. നമ്മൾക്ക് പേര് പോലും വന്ന് അവൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ജോലിയിലുള്ള പ്രശ്നമായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് അവര് 2-3 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്കിപ്പോ അവരെടുത്തുന്ന ബീങ് എ മെഡിക്കൽ പ്രൊഫഷണൽ ഒരിക്കലും ആ ഒരു പ്രൊഫഷണലായ എനിക്ക് ഒട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഫീഷ്യലി എവിടെയും രേഖപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലോട്ടേക്ക് പോയി എന്നുള്ളത് എനിക്കിപ്പോ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയാനും ആഗ്രഹിക്കുന്നില്ല. സോറി ഫോർ ദാറ്റ്. കാരണം നമുക്കത് മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പോ അത്തരത്തിൽ ആ കുട്ടിയെ വീണ്ടും അജ്മാനിൽ വെച്ച് അജ്മാൻ പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടി ഉണ്ട് എന്നുള്ള മീഡിയ വൺ വാർത്ത കണ്ടപ്പോ അജ്മാനിലെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റിനെ എനിക്കറിയാം. ഇതുപോലെ മുന്നൊരു സാഹചര്യത്തിൽ ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്റെ അടുത്ത് അവര് പോലീസ് സ്റ്റേഷനിലുണ്ട്, പക്ഷെ ഈ കുട്ടിക്കെതിരെ യാതൊരു കേസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അജ്മാൻ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് കുട്ടിയെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് അവര് എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഇതില് ഇപ്പോ ഞാൻ അറിഞ്ഞത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റുകളും പലതരത്തിലും ഞങ്ങളാണ് എന്നുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എനിക്ക് ഒരുപാട് അതെ. പക്ഷെ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസിന്റെ മെഡിക്കൽ വിംഗ് ഇൻചാർജാണ്. അജ്മാനിൽ നിന്ന് രക്ഷിച്ചയാള് പിന്നെ ഒരു ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് കോൺസുലേറ്റിന്റെ സഹായം ചോദിച്ചു വന്നയാള് ഒരു BJP കാരനാണ്. അപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒരിക്കലും ഒരു പൊളിറ്റിക്സ് കലർത്താൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് പ്രവാസികൾക്കിടയിൽ പൊതുവെ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും ആരും ഇതിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ എല്ലാവരുടെയും എഫോർട്ടിന്റെ ഭാഗമായിട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ആദ്യമേ ക്ലാരിഫൈ ചെയ്യാണ്. കാരണം നാളെ അത് ആരും ക്ലെയിം ചെയ്യാൻ പാടില്ല, ഞങ്ങളായിരുന്നു എന്ന് പറയാൻ പാടില്ല. ഇതിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാവരും നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഇന്ന് ആ കുട്ടി ഇന്ത്യൻ കോൺസുലേറ്റിന്റെ എല്ലാവിധ സപ്പോർട്ടോട് കൂടിയിട്ടും നാട്ടിലോട്ടേക്ക് തിരിച്ചെത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പീസ് വാലി എന്ന് പറയും, കൊച്ചിയിലുള്ള പീസ് വാലി എന്ന് പറയുന്ന ഒരു റിഹാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവര് എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ കുട്ടിയുടെ ബാക്കിയുള്ള ഫർദർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് സൗജന്യമാക്കി തരാമെന്നും അവര് ഇന്ന് വണ്ടി അയച്ചു. ഈ കുട്ടിയെ ഞാൻ ഒഫീഷ്യലി തന്നെ ആ കുട്ടിയുടെ അമ്മയുടെയും സിസ്റ്ററിന്റെയും കൂടെയാണ് എയർപോർട്ടിൽ റിസീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ത്യൻ കോൺസുലേറ്റിലോട്ടേക്ക് മെയിൽ അയച്ച സമയത്ത് കോൺസുലേറ്റിൽ നിന്നും ഓഫീസർ വന്ന് അജ്മാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഷെൽട്ടറിൽ താമസിപ്പിച്ചു. അവിടുന്നാണ് അവർക്ക് ഈ കുട്ടിയുടെ സൈക്കാട്രിക് ആയിട്ടുള്ള അസുഖങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാവുകയും ദുബായിലെ ഗവൺമെന്റ് റാഷിദിയ ഹോസ്പിറ്റലിലെ സൈക്കാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുത്തെ കേസ് മാനേജർ എന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ്സ്. പിന്നീട് ആ കുട്ടിയെ ഞാൻ പോയി കണ്ടു. അന്ന് എനിക്ക് കിട്ടിയ 2 മാസം മുന്നേ എനിക്ക് കിട്ടിയ കുട്ടി അല്ലായിരുന്നു. പിന്നീട് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന്റെ ശേഷം ആ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം
അത് ഞാൻ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നിയത്. ഇനി ഈ കുട്ടിയെ നമുക്ക് ആ കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ അടുത്തോട്ടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളത്. സോ അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുന്നു, അമ്മയെ തിരിച്ചറിയുന്നു, മകളെ തിരിച്ചറിയുന്നു, സിസ്റ്ററിനെ തിരിച്ചറിയുന്നു. അതെല്ലാം 2 ദിവസത്തിന് മുന്നാണ് സംഭവിച്ചത്. സോ ഞാൻ തന്നെയാണ് ഒഫീഷ്യലി ഇന്ത്യൻ കോൺസുലേറ്റിൽ പറഞ്ഞത് ഇനി നമുക്ക് ഒരു എസ്കോർട്ട് ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ നാട്ടിലോട്ടേക്ക് അയക്കാം എന്നുള്ളത്. സോ അൽഹംദുലില്ലാ ഇന്നത് സാധ്യമായി. ആ കുട്ടി കൊച്ചിയിലെത്തി. ഞാനിപ്പോ കുറച്ച് മുന്നേ ഒരു മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിൽ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്. വളരെ സന്തോഷം ഡോക്ടർ താഹിറ. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സ് നിറയുന്നു.